കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കോൺഗ്രസിന് മനസ്സിലായിട്ടുണ്ട്. ഈ എലക്ഷൻ അവർ തോൽക്കാൻ പോവാന്ന് അവർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഒരു ഭയം വന്നിട്ടുണ്ട്, ഒരു പേടി. എല്ലാ ദിവസം ഒരു പുതിയ പ്രചരണം. ഇന്നലെ രാഹുൽ ഗാന്ധി വന്നു ശബരിമല. ഇന്നലെ മറ്റൊരു പ്രചരണം കോൺഗ്രസ് നടത്തുന്നത് FCRA കുറിച്ച്. FCRA ക്രിസ്ത്യൻ സമുദായത്തിനെ ബാധിക്കും എന്നൊരു പ്രചരണം കോൺഗ്രസ് നടത്തുന്നു. പച്ചക്കള്ളമാണ്. FCRA ഈ വരുന്ന FCRA ബിൽ FCRA വഴി ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് FCRA വഴി ഈ ഇന്ത്യയിൽ മുസ്ലിം സമുദായം, ക്രിസ്ത്യൻസ്, ഹിന്ദു സംഘടനകൾ എല്ലാവരും പുറത്തുനിന്ന് കാശ് കൊണ്ടുവരുന്ന ഒരു മെക്കാനിസമാണ്, ഒരു ലോ ആണ് FCRA. അത് ഒരു സമുദായത്തിന് മാത്രമല്ല. ഈ FCRA ബിൽ ഗവൺമെൻറ് കൊണ്ടുവരുന്നത് ഒരു അമെൻഡ്മെൻറ്റ് ബില്ല്. അത് FCRA മിസ്യൂസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, മിസ്യൂസ്, മണി ലോണ്ടറിങ് അവിടെ നടന്നാൽ, FCRAൻ്റെ പേരിൽ മണി ലോണ്ടറിങ് നടത്തിയാൽ അതിന് ഒരു പുതിയ പ്രാവധാനം, മണി ലോണ്ടറിങ് ബില്ലിൻ്റെ ഒരു സിനർജൈസ് ആയ ഒരു പ്രാവധാനം ആ ബില്ലിൽ വരുന്നുണ്ട്. പക്ഷേ സഭകളാണോ, അമ്പലങ്ങളാണോ, മുസ്ലിം പള്ളികളാണോ FCRA വഴി കൊണ്ടുവരുന്ന കാശ് അവർ നിയമപരമായിട്ട് അവർ ഉപയോഗിക്കുന്നു. പിന്നെ എന്താണ് ഈ പ്രചരണം? ഈ കോൺഗ്രസ്സുകാരാണോ മണി ലോണ്ടറിങ് ചെയ്യുന്നത്? അവർക്കൊരു പേടിയുണ്ടോ? FCRA വഴി കാശ് അവർ കൊണ്ടുവരുന്നുണ്ട്, മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രചരണം ഞങ്ങളെല്ലാം എക്സ്പെക്റ്റ് ചെയ്താണ്. ഇനിയിപ്പോൾ അടുത്ത 9 ദിവസം ഉണ്ടല്ലോ ഇലക്ഷൻ്റെ മുമ്പ്. കോൺഗ്രസ് പാർട്ടിക്ക് വികസനത്തിനെ കുറിച്ച് പറയാനൊന്നുമില്ല, നാടിൻ്റെ ഭാവിയെ കുറിച്ച് പറയാനൊന്നുമില്ല, കുട്ടികളുടെ ഭാവിയെ കുറിച്ച് പറയാനൊന്നുമില്ല. അവർക്ക് കിട്ടിയ അവസരം, ജനങ്ങൾ അവസരം കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തു അതിനെക്കുറിച്ച് പറയാൻ ഒരു താല്പര്യമില്ല. ഓരോരോ പ്രചരണം നടത്തുമ്പോൾ ഞങ്ങൾ അതിനെ പൊളിക്കും എന്ന് 100% ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു. മൂന്നാമത്തെ കാര്യം, നമ്മളുടെ കോൺഗ്രസിൻ്റെ B ടീമായ CPM-നെ കുറിച്ച് ഇന്നലെ ഓടിച്ചാടി ഇവിടുത്തെ നിലവിൽ MLA-യും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഞങ്ങൾ SDPI-ൻ്റെ പിന്തുണ സ്വീകരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. പിന്നെ വോട്ട് സ്വീകരിക്കും. പിന്നെ അവർ തമ്മിൽ എന്താണ് വ്യത്യാസം? കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് എടുത്തിട്ട് രാഷ്ട്രീയം ചെയ്യുന്നു. അവരൊപ്പം രാഷ്ട്രീയം ചെയ്യാൻ താല്പര്യം അവർ ചെയ്യുന്നു. നിലമ്പൂരിൽ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് VD സതീശൻ പറഞ്ഞതാണ്. അതിനെ എതിർത്തില്ലേ CPM? അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് SDPI-ൻ്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നത്? അതിൻ്റെ ഡാമേജ് കണ്ട് കേട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാം SDPI-ൻ്റെ പിന്തുണ എടുക്കില്ല എന്ന്. അപ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ. അവരെന്നെ തീരുമാനിക്കട്ടെ. 10 കൊല്ലം മുമ്പേ എല്ലാം ശരിയാവും എന്ന വാഗ്ദാനം കൊടുത്ത പാർട്ടി, 10 കൊല്ലം ഭരിച്ച മുഖ്യമന്ത്രി ഇന്ന് ജയിക്കാൻ SDPI-ന് കാല് പിടിക്കുന്നു. ഇതാണോ എല്ലാം ശരിയാവും എന്ന് പറയുന്ന CPM-ൻ്റെ സ്ഥിതി? ഇന്ന് അവർ പറയട്ടെ. അപ്പോൾ ഇതാണ് 3 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.